അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മറ്റൊന്നുമല്ല, ഈത്തപ്പഴം ഷേക്ക് അഥവാ ഡേറ്റ് ഷേക്ക്. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കുരുകളഞ്ഞെടുത്തിട്ടുള്ള ഈത്തപ്പഴം കുറച്ച് നേരം നമുക്ക് പാലിലിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 10-30 എടുത്തിട്ടുണ്ടാവും. ഇനി അതിലോട്ട് 1.5 കപ്പോളം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1.5 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ നട്ട്സ് ഇട്ട് കൊടുക്കാം. അതിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പിസ്ത, കുറച്ച് നിലക്കടല, കുറച്ച് കാഷ്യൂ നട്ട്സ്, കുറച്ച് ബദാം, റൈസിൻസ്, ഇത്രയുമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ബട്ടറിൽ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ ബട്ടറിൽ കിടന്നിട്ട് നമ്മളുടെ പിസ്തയും ബദാമും ഒക്കെ ഒന്ന് ഫ്രൈ ആയി വരണം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 കപ്പോളം അവിലാണ്. ഇതൊന്ന് നല്ലോണം ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ ചട്ടിയും അതുപോലെ ഈ ഒരു ഡ്രൈ നട്ട്സ് ഒക്കെ ഒരു ഫ്രൈ ആയി നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടും. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അധികം ഒന്നും ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഈ അവിലും ഡ്രൈ നട്ട്സും എല്ലാം ഒന്ന് മിക്സായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മളുടെ ജ്യൂസ് നടിച്ചെടുക്കാം. അതിനായിട്ട് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴവും പാലും ഒക്കെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ആദ്യം തന്നെ നമുക്ക് ഈത്തപ്പഴം എടുത്തു വെക്കാം. ഇനി അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ആ പാല് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിൽ അധികം എടുക്കാം. ഇനി അതുപോലെ തന്നെ അതിലേക്ക് ചെറിയൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്ന പാല് കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. പാൽ ഐസാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ജ്യൂസ് ഒരു അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡേറ്റ് സിറപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ തേനോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. ഇനി ഇതൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അതുപോലെ തന്നെ സെർവ് ചെയ്യാം. ഇനി ആദ്യം തന്നെ നമ്മൾ ഡ്രൈ നട്ട്സ് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ടാണ് നമ്മളുടെ ഷേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലോട്ട് വീണ്ടും നമ്മൾ ഡ്രൈ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലൊരു ടേസ്റ്റി ഡ്രിങ്ക് ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇഷ്ടപ്പെട്ട നട്ട്സുകളെല്ലാം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ്. നമ്മളിതിൽ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പിസ്താഷിയോ സിറപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിറപ്പ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. ഞാൻ ജസ്റ്റ് ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ ഈ ഡ്രിങ്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും.